ഹലോ ഗൈസ്. നമ്മൾ ഗ്രന്നയിൽ വന്നപ്പോൾ സ്റ്റേ ചെയ്തിരുന്നത് ഈ ഹോട്ടലിലാണ്. നല്ല അടിപൊളി ഹോട്ടൽ, നല്ല വ്യൂ ആയിരുന്നു. ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് ഫേസ് ചെയ്യുന്നത് ലേക്ക് വാത്തനിലേക്കായിരുന്നു. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗി. നമ്മുടെ റൂമിൽ നിന്നൊക്കെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാത്തൻ ലേക്കാണ് കാണുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് അവിടുത്തെ. അപ്പോൾ നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഈ ഹോട്ടലിൻ്റെ മെയിൻ ബിൽഡിങ്ങിലാണ് റെസ്റ്റോറൻറ്റ്സ് വരുന്നത്. റൂംസൊക്കെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് വേറൊരു ബിൽഡിങ്ങിലാണ്. വാവ്, നമ്മുടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് നോക്കിയേ. ഒരു പാലസിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ആ ഒരു ഇൻറ്റീരിയർ ഒരു പാലസ് പോലെയായിരുന്നു. അടിപൊളി, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏരിയ ഫേസ് ചെയ്യുന്നതും ഈ വാത്തൻ ലേക്കിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ലേക്കിലേക്ക് നോക്കിയിരുന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. വലിയ കാര്യമായിപ്പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ചാപ്പലാണിത്. ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ടായിരുന്നു ഈ ചാപ്പൽ. ഇതുപോലെ തന്നെ ഇനി മുകളിലേക്കും ഇങ്ങനെ ഈ ചെറിയ സ്റ്റെയർസ് പോലെ മുകളിലേക്കും പോകുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ പോയില്ല. ഒരു പാലസ് അല്ലെങ്കിൽ ഒരു കാസിലിൻ്റെ മോഡൽ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഹോട്ടലിൻ്റെ ബാക്ക് വ്യൂ ഈ വാത്തൻ ലേക്കാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് പോയി. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കോട്ടേജുകളുണ്ട്. ചെറിയ നല്ല ഭംഗിയുള്ള ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ കോഴിക്കോട് പോലെ തോന്നണ ചെറിയ ചെറിയ കോട്ടേജുകളുണ്ട്. അപ്പോൾ അത് നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ നേരെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നത് ആ ലേക്ക് വാത്തനിലേക്കാണ്. നമ്മൾ ഇന്നലെ വിസിൻസോ എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്ക് പോയില്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐലാൻഡ് കാണാൻ പറ്റും. ഇപ്പോൾ ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല അത് കാണുന്നത്, പക്ഷെ നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കര പോലെ കാണുന്നില്ലേ, അത് ആ വിസിൻസോ ഐലാൻഡാണ്. നമുക്ക് അവിടെ നിന്ന് നേരിട്ടത് കാണാൻ പറ്റും. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലേസിൻ്റെ ഭംഗി എനിക്ക് ക്യാമറയിൽ കിട്ടണില്ല എന്ന്. അത്രയ്ക്കും ഭംഗിയാണ് കാണാനായിട്ട്. ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഡിമ്മായിട്ട് കാണുക. അന്ന് ഡിമ്മൊന്നും അല്ലായിരുന്നു, നല്ല ഡേ ആയിരുന്നു. പക്ഷേ എനിക്ക് ക്യാമറയിൽ അത്ര ഭംഗിയായിട്ട് തോന്നണില്ല. ഇതിലും ഭംഗിയാണ് ആ സ്ഥലം കാണാനായിട്ട്. നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ല, അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. പക്ഷെ നമുക്ക് 10:30 ചെക്കൗട്ട് ചെയ്യണം. അത് കാരണം നമ്മൾ അവിടെ നിന്ന് പതുക്കെ പോന്നു. ഇനി നമുക്ക് ഒരു സ്ഥലം കൂടി ഉണ്ട് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റോക്ക്ഹോം. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് ബ്രാഹെഹുസ്. ആക്ച്വലി ഇത് നമ്മൾ ഇങ്ങോട്ട് ഗ്രന്നയിലേക്ക് വരുമ്പോൾ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച പ്ലേസ് ആയിരുന്നു. പക്ഷെ നമ്മൾ വരണമെന്ന് ഭയങ്കര മഴയായിരുന്നു. പിന്നെ റോഡൊക്കെ ഇങ്ങനെ ഫോഗ് മൂടിയിട്ട് നമുക്കൊന്നും കാണാണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ നേരെ പിന്നെ ഹോട്ടലിൽ പോയി. നമ്മൾ വരുന്ന റൂട്ടിലാണത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇനി അത് മിസ് ചെയ്യരുതല്ലോ എന്ന് വെച്ചിട്ട് ഇനി അങ്ങോട്ട് പോവാണ്. ഞാനൊരു ഇൻട്രസ്റ്റ് ഇല്ല, മതി വീട്ടിൽ പോവാന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്രാഹെഹുസ്. നമ്മളവിടെ ചെന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റിൻ്റെ ഒരു സൗണ്ട് തന്നെ കേട്ട് നോക്കിയേ. *1637, 1638 ആ ടൈമിലാണ് ബ്രാഹെഹുസ് കൺസ്ട്രക്ട് ചെയ്തത്. ബ്രാഹെ ദ യങ്ങർ ആണ് ബ്രാഹെഹുസ് കൺസ്ട്രക്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാസിൽ കൺസ്ട്രക്ട് ചെയ്തത്. 17th സെഞ്ച്വറിയിൽ ഈ ബ്രാഹെഹുസിൻ്റെ ക്ലോസ് ആയി കിടക്കുന്ന ഒരു വില്ലേജിൽ തീപിടുത്തമുണ്ടായി. അത് ഈ ബ്രാഹെഹുസിലേക്ക് സ്പ്രെഡായി. ഇത് മൊത്തം കത്തി നശിച്ചു. പിന്നെ ആരും ഇത് റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. പിന്നെ ഇങ്ങനെ കാണുന്ന ഒരു അവസ്ഥയായി. അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. ഈ ബ്രാഹെഹുസിൻ്റെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. ആ വിൻഡോസിലൂടെ നോക്കുമ്പോൾ ഉള്ള ഒരു പനോറമിക് വ്യൂ. നമ്മുടെ വാത്തൻ ലേക്കും വിസിൻസോ ഐലാൻഡും ഒക്കെ നമുക്ക് ആ വിൻഡോ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നോക്കിയ ഒരു അടിപൊളി വ്യൂ അല്ലേ, ഈ പനോറമിക് വ്യൂ എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പ് വ്യൂ. സ്റ്റോക്ക്ഹോമിൽ നിന്ന് സൗത്ത് സ്വീഡനിലേക്ക് ട്രാവൽ ചെയ്യണവർക്ക് ഭയങ്കര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് ബ്രാഹെഹുസ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്.
ഹൈവേ E4 ഭയങ്കര ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആണ്. ഇപ്പോൾ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 200 മീറ്റേഴ്സ് ഒക്കെ ഉള്ളൂ ഇവിടേക്ക് വരാൻ വേണ്ടി. ഭയങ്കര ഈസിയാണ് വരാനായിട്ട്. ഇവിടെ നിന്നുള്ള ഒരു പനോറമിക് വ്യൂ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ അങ്ങനെ ക്ലോസിങ് ടൈം ഓപ്പണിംഗ് ടൈം എന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഫ്രീ എൻട്രി ആണ്, പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല. ഓപ്പൺ ആയി കിടക്കുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അടിപൊളിയായിരുന്നു. ഈ വിസിൻസോ ഐലൻഡൊക്കെ സൂപ്പറാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനൊക്കെ. ഇത് ബ്രാഹേഫുസ്, ഇതും അടിപൊളിയാണ്. ഇത് നമ്മൾ റെന്നെ യോങ് ഷോപ്പിലേക്ക് പോണ വഴിയിൽ തന്നെയാണ്. പോകുമ്പോൾ മിസ് ചെയ്താൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. ഞങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ്